ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ വേദിയിലെ ഏറ്റവും വലിയ ശത്രു പോരാട്ടങ്ങളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയും ബംഗളൂരു എഫ്.സിയും തമ്മിലുള്ളത്. സദേൺ ഡെർബി എന്ന് വിശേഷിക്കപ്പെടുന്ന പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രം അത്ര സുഖകരമല്ല. മാത്രമല്ല 2024-25 ISL സീസണിൽ ഇരു ടീമുകളും നേർക്കുനേർ ഇറങ്ങിയപ്പോൾ ബംഗളൂരു എഫ്.സിക്കായിരുന്നു ജയം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ ബംഗളൂരു എഫ്.സി 3-1 ബ്ലാസ്റ്റേഴ്സിനെ തകർത്തു. 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും തമ്മിലുള്ള രണ്ടാം ഏറ്റുമുട്ടൽ ഡിസംബർ 7 നടക്കും. ബംഗളൂരുവിന്റെ ഹോം ഗ്രൗണ്ടായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ സ്റ്റേഡിയത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രം അത്ര സുഖകരമല്ല. എവേ ഗ്രൗണ്ടിൽ ബംഗളൂരു എഫ്.സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ബംഗളൂരു എഫ്.സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ റെക്കോർഡ് വളരെ ദയനീയമാണ്. ISL-ൽ ഇതുവരെ ഇരു ടീമുകളും തമ്മിൽ 16 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 10 ബംഗളൂരുവിനായിരുന്നു ജയം. 4 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചത്. 2 മത്സരം സമനിലയിൽ കലാശിച്ചു. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ISL പോരാട്ടങ്ങളിലായി 6 തവണ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്.സിയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരിക്കൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ജയം നേടാൻ സാധിച്ചിട്ടില്ല. 5 എവേ പോരാട്ടങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയം രുചിച്ചു. ഒരു സമനില മാത്രമാണ് ഇതുവരെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ബംഗളൂരു എഫ്.സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ നേട്ടം. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ വെച്ചും ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരു എഫ്.സിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ISL-ൽ ഇതുവരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിച്ച 6 മത്സരങ്ങളിൽ 3 ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ 3 ബംഗളൂരു എഫ്.സിയും ജയിച്ചു. ഈ സീസണിൽ 10 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബംഗളൂരു എഫ്.സി 20 പോയിന്റുമായി ലീഗ് ടേബിളിൽ 2-ാം സ്ഥാനത്താണ്. 11 പോയിന്റ് മാത്രമുള്ള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 10-ാം സ്ഥാനത്താണ്. 2024-25 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളിലെ റെക്കോർഡും വളരെ മോശമാണ്. ഇതുവരെ ആകെ കളിച്ച 10 മത്സരങ്ങളിൽ 6 ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ വെച്ചായിരുന്നു. എന്നാൽ ഈ 6 മത്സരങ്ങളിൽ 2 ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിച്ചത്. ബാക്കി 4 മത്സരങ്ങളിലും പരാജയം നേരിട്ടു. ജയത്തിന്റെ ഇരട്ടി മത്സരങ്ങളിൽ ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്ന് ചുരുക്കം.